വളരെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് തലവൻ എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. യൂഷ്വലായിട്ട് കണ്ടുവരുന്ന ത്രില്ലർ സിനിമകളിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടൊരു മൂഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ വളരെ എൻഗേജിംഗ് ആയിട്ട്, വളരെ ഗ്രിപ്പിംഗ് ആയിട്ടാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. സോ ഈ ഒരു സിനിമ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു അയ്യപ്പനും കോശിയൊക്കെ പോലെ ഒരു ഈഗോ ക്ലാഷ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. കാരണം ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത്തരത്തിലൊക്കെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും സിനിമ കുറച്ചങ്ങോട്ട് പോകെ കുറച്ചങ്ങോട്ട് ജോണറൊക്കെ മാറി ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലോട്ട് വന്നതൊക്കെ വളരെ രസകരമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകുമൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി കാണുവാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് പറയാനായിട്ട്. അതൊരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ വളരെയധികം നല്ല രീതിയിൽ ഈ ഒരു സിനിമ എൻജോയ് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞ സിനിമ കാണുന്ന സമയത്ത് ഞാൻ ആ സിനിമയിൽ ഉള്ളിൽ ചില സമയത്ത് പെട്ടുപോയിട്ടുള്ള ചില സമയത്ത് ഞാൻ ആലോചിച്ചു ഈ സിനിമ കാണുകയാണല്ലോ എന്നുള്ളത്. കാരണം അതേപോലെ നമ്മൾ ഒരു സമയം പോലും നമ്മൾ ആ ഒരു സ്ക്രീനിൽ നിന്ന് കണ്ടെടുപ്പിക്കാതെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട്, അത്രയും ഗ്രിപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട്